ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. നീ മാത്രമൻ വൈദ്യൻ, മറ്റാരെയും ഞാൻ കാണുന്നില്ല. രോഗശാന്തിക്കാൻ നിൻ മാർവിടം എന്നാശ്രയം, എന്നേശു കർത്താവേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തക പഠനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. നോക്കണേ, അവിടെ വായിക്കുകയാണ്, ഞാൻ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ ആജ്ഞ ദൈവം അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്നാണ്. അതെന്തായിരിക്കും അങ്ങനെ പറയാനായിട്ട് കാരണം? അതെന്തുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ പറഞ്ഞത്? ദൈവം അങ്ങനെ നിങ്ങൾ അറിയും എന്ന് പറയുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇതിനു മുമ്പുള്ള പല ദൈവദാസന്മാരും അഥവാ പ്രവാചകന്മാർ ഈ ജനത്തോട് പറഞ്ഞ കാര്യം ഇതുവരെയും ഇവർ അനുസരിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിനു മുമ്പുള്ള പ്രവാചകന്മാർ ഇവരോട് ഈ കാര്യം മാറി മാറി ആവർത്തിച്ചു പറഞ്ഞിട്ടും, ദൈവം പലരെയും അയച്ചു പറഞ്ഞിട്ടും അവരത് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് അംഗീകരിച്ചില്ല, സ്വീകരിച്ചില്ല, ഉൾക്കൊണ്ടില്ല, അനുസരിച്ചില്ല, അതിന് പ്രാധാന്യം കൊടുത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇവിടെ പ്രവാചകനിലൂടെ ദൈവം പിന്നെയും പറയുകയാണ്, ഞാൻ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. പറഞ്ഞാൽ അത് ദൈവം അവരെ അറിയിക്കും എന്നാണ് അതിൻ്റെ മറ്റൊരു വശം. ഇതുവരെയും അവരത് മനസ്സിലാക്കിയില്ല. ദൈവം അയച്ചതാണ്, അല്ലെ ദൈവം തൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിച്ചതാണ്. നമുക്കറിയാം, യിരെമ്യാ പ്രവാചകന്റെ കാലത്തൊക്കെ പ്രവാചകൻ മാറി മാറി ഇസ്രായേലിനോട് ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുമ്പോഴും പ്രവാചകനെ ഉപദ്രവിക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് അവർ അംഗീകരിച്ചില്ല, അതനുസരിച്ചില്ല, അത് സ്വീകരിച്ചില്ല. അതിൻ്റെ പരിണിത ഫലം ഇവർ വലിയ പീഡനത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഇവരെ അടിമത്തത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. വലിയ കൂട്ടമരണങ്ങൾ അവിടെ സംഭവിച്ചു. ദാരിദ്ര്യവും പട്ടിണിയും അവരുടെ ജീവിതത്തിനുണ്ടായി. വലിയ കഷ്ടതയിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നുപോയി. സകലവും നഷ്ടപ്പെട്ടവരായി തീർന്നു. ആരാധനാലയം നശിപ്പിക്കപ്പെട്ടു. വലിയ പ്രതിസന്ധി ഉണ്ടായി. നോക്കണം പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോയത്. പ്രവാചകന്റെ വാക്കുകൾ, ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് അരുളി ചെയ്ത വചനങ്ങൾ കേൾക്കാനോ കൂട്ടാക്കാനോ മനസ്സ് വയ്ക്കാതിരുന്നത് മുഖാന്തരം അവര് വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയി. പിന്നെയും ദൈവം അവരോട് മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ മനസ്സലിവ് കാണിച്ചു. അവരോട് കരുണ കാണിച്ചു. അവരെ മടക്കി വരുത്തി. ആരാധന പുനഃസ്ഥാപിച്ചു. വലിയ അനുഗ്രഹത്തിലേക്ക് ഇസ്രായേൽ പിന്നെയും ഉയർന്നു വരികയാണ്. അപ്പോൾ
അവർ വീണ്ടും ദൈവത്തെ മറന്നു കളയുക. അതുകൊണ്ടാണ് എൻ്റെ നിയമം നിലനിൽക്കണം, മാറ്റിക്കൂടാ, മാറ്റിക്കളയരുത്. നിങ്ങളുടെ ഇഷ്ടത്തിന് അതിനെ മറച്ചും തിരിച്ചും കളയരുത്. എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, എൻ്റെ നിയമം പാലിക്കണം. എന്താണ് നിയമങ്ങൾ എന്നൊക്കെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, എന്താണ്? നിങ്ങൾ ഈ ആജ്ഞ നിങ്ങളുടെ അടുക്കൽ ഞാൻ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യും. ദൈവം അവരെ അറിയിക്കുമെന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമില്ലേലും ഞാൻ നിങ്ങളെ അറിയിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അത് വരാനിരിക്കുന്ന നാളുകളിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും അവർക്ക് വലിയ പ്രതിസന്ധി വരാനിരിക്കുന്നു. അന്ന് നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളിത് ഗ്രഹിക്കുമെന്നാണ്. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവവചനം അനുസരിക്കാതെ, ദൈവം തൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് കൂട്ടാക്കാതെ കടന്നു പോകുന്ന ആളുകളോടുള്ള ദൈവത്തിൻ്റെ വചനവും ഇത് തന്നെയാണ്. എത്രയോ പ്രാവശ്യം എന്നോടും താങ്കളോടും ദൈവവചനം സംസാരിച്ചു. എത്രയോ ദൈവദാസന്മാരിലൂടെ ദൈവം എന്നോടും താങ്കളോടും ഇടപെട്ടു. നാമും എത്രയോ പ്രാവശ്യം ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ, മകനെ, മകളെ, ഇത് തെറ്റ്, അത് തിരുത്തണം, ശരിയായ പാതയിലേക്ക് വരണമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്, കണ്ണടച്ച് കളയരുത്. ദൈവം എത്രയോ പ്രാവശ്യം നമ്മളോട് സംസാരിച്ചു. പക്ഷേ അന്നൊന്നത് കൂട്ടാക്കാതെ, അന്നും ഇന്നും ഇത് കൂട്ടാക്കാതെ, അതിനെ അനുസരിക്കാതെ നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവം പറയുകയാണ്, എന്താ പറയുന്നത്? നിങ്ങളറിയും. പക്ഷേ ദുഃഖമെന്ന് പറയട്ടെ, ചിലപ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞും മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം കടന്നുപോയി കഴിയും. അറിയും, പക്ഷേ പിന്നീട് തിരുത്താൻ സമയം കിട്ടിയില്ലെങ്കിലോ, പിന്നീട് മടങ്ങി വരാൻ സമയം കിട്ടിയില്ലെങ്കിലോ, മാനസാന്തരപ്പെടാനും തെറ്റുതിരുത്താനും സമയം കിട്ടിയില്ലെങ്കിലോ. ആകയാൽ നമുക്ക് എത്ര കാലം, എത്ര സമയം ദൈവം വെച്ചിട്ടുണ്ടെന്നറിയാവോ? ആർക്കറിയാം? ലോകത്തിൽ എന്ത് സാധനം വാങ്ങിച്ചാലും അതിനെല്ലാം ഗ്യാരണ്ടിയുണ്ട്. ഗ്യാരണ്ടിയും വാരണ്ടിയും ഒക്കെ ഈ നാളുകളിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ 10 പണ്ടൊക്കെ 1 വർഷം 6 മാസം എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 10, 15, 20 വർഷം വരെയും ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ ലഭിക്കുക. പക്ഷേ എൻ്റെയും താങ്കളുടെ ആയുസ്സിന് എന്ത് ഗ്യാരണ്ടിയാ, എന്ത് വാറണ്ടിയാ ഉള്ളത്? അതിനാരെങ്കിലും എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി തരുന്നുണ്ടോ? ഇല്ല പ്രിയരെ, ആർക്കും തരാൻ പറ്റില്ല. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യപരിപാടി. നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ ദാനം. അത് കടന്നു പോകുന്ന നിഴൽ പോലെയാണ്. പ്രിയമുള്ളവരെ, രാവിലെ മുളച്ചു വൈകുന്നേരം, രാവിലെ പുഷ്പിച്ചു വൈകുന്നേരം വീണുപോകുന്ന പൂ പോലെയാണ്. രാവിലെ മുളച്ച വൈകുന്നേരം കരിഞ്ഞു പോകുന്ന പുല്ല് പോലെയാണ്. ഓട്ടാളൻ ഓടുന്നത് പോലെ അത് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നാം കഴിഞ്ഞു പോകും, കൊഴിഞ്ഞു വീഴും, നമുക്കറിയില്ല പ്രിയരെ. തെറ്റുതിരുത്തുവാൻ ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ സമയം നമുക്ക് കിട്ടിയില്ലെങ്കിലോ. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അറിയിക്കുമെന്ന നിലയിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങളത് അറിയും. ഇതെൻ്റെ കൽപ്പനയായിരുന്നു, എൻ്റെ ആജ്ഞയായിരുന്നു, എൻ്റെ നിയമം നിങ്ങൾ പ്രമാണിക്കണമെന്നുള്ളത് എൻ്റെ ആജ്ഞയായിരുന്നു. നമ്മൾ ഓർക്കുന്ന ഇത് ഏതെങ്കിലും ഒരു ദേവദാസൻ പ്രസംഗിച്ചു, അപ്പോൾ ചിലർ പറയും എന്നെ ഉദ്ദേശിച്ച് തന്നെ പ്രസംഗിച്ചതാ, കുത്തി പറഞ്ഞതാ. അങ്ങനെയല്ല. അങ്ങനെ പ്രസംഗിക്കുന്നവർ ഒരുപക്ഷെ കണ്ടേക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഞാനത് എങ്ങനെ സ്വീകരിക്കുന്നു? പ്രസംഗിച്ച ആളെങ്ങനെ പ്രസംഗിച്ചോ അത് ദൈവം ന്യായം വിധിക്കട്ടെ. പക്ഷേ എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ കുത്തിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭാഗത്തൊരു ചെറിയ കുത്തല് കൊള്ളാൻ പരുവത്തിന് എന്തോ ഉണ്ടല്ലോ, ഇല്ലേ? കുത്തല് കൊള്ളാൻ പരുവത്തിന്
അത് നമ്മുടെ ഭാഗത്ത് കുറവുള്ളത് കൊണ്ടല്ലേ നമുക്കൊന്ന് കുത്തുകൊണ്ടത്? ഞാൻ അതാ പറയുന്നത്. എൻ്റെ പൊന്നു സഹോദര സഹോദരി, അത് തിരുത്താനാ ദൈവം പറയും. ഒരുപക്ഷെ ദൈവദാസൻ ദൈവാത്മാവിൻ്റെ നിറവിൽ പറഞ്ഞതാണെങ്കിലോ, ദൈവവചനം വായിച്ചപ്പോൾ ദൈവാത്മാവ് ആ ഭാഗത്തിലൂടെ നമ്മുടെ ഹൃദയത്തോട് കുത്തിയില്ലേ, സംസാരിച്ചില്ലേ? ദൈവം നമ്മളെ ഒന്ന് മാനസാന്തരപ്പെടുത്തുവാൻ, നേരെയാക്കുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ പ്രമാണത്തെ, ഈ നിയമത്തെ നാം അനുസരിക്കേണ്ടതിന്, നാം മാനസാന്തരപ്പെടേണ്ടതിനായിട്ട് ദൈവം നമ്മളോട് സംസാരിച്ചതാണെങ്കിലോ? അതെ, ദൈവം സംസാരിച്ചത് തന്നെയാണ്. എന്നോടും താങ്കളോടും ദൈവവചനം സംസാരിക്കുകയാണ്. എന്താണെന്നറിയാവോ? ഈ നിയമം, ഈ ആജ്ഞ നാം പാലിക്കണം. നാം കണ്ണടച്ച് കടന്നു പോകാനായിട്ടല്ല, അല്ല ഞാനിങ്ങനെ തന്നെയേ ജീവിക്കൂ എന്ന് പറയാനുമല്ല. നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ ഒരുപക്ഷെ ചെറുതായിരിക്കാം, നാളുകളായിട്ടുള്ള കുറവുകളായിരിക്കാം, ചെറിയ ചെറിയ തെറ്റുകളായിരിക്കാം, ചെറിയ ചെറിയ പാപങ്ങളായിരിക്കാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. ആ ചെറുതുപോലും തിരുത്തുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധനായ ഒരു ദൈവം. നമ്മളെല്ലാം ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ പുരോഹിതവൃന്ദമാണ്. അവൻ്റെ സന്നിധിയിൽ അവനെ ആരാധിക്കുന്ന ഭക്തന്മാർ, അവൻ്റെ സന്നിധിയിൽ കടന്നു ചെന്നവനെ വിശുദ്ധിയിൽ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ചവർ. അപ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ നിയമം നിലനിൽപ്പാൻ തക്കവണ്ണം ഈ ആജ്ഞ ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാനതിങ്ങനെ പറയട്ടെ, നിൻ്റെ അടുക്കൽ അയച്ചിരിക്കും, എൻ്റെയും താങ്കളുടെ അടുക്കൽ അയച്ചിരിക്കും. മനസ്സോടെ സ്വീകരിക്കുക, അനുസരിക്കുക, കീഴ്പ്പെടുക. അവിടെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹമുണ്ട്. താഴ്മയുള്ളവരെ ദൈവം അനുഗ്രഹിക്കും. താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഈ ദിവസങ്ങളിൽ കൃപ കർത്താവ് നൽകട്ടെ. അനുസരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ രക്ഷകനായ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം